ദുരന്തങ്ങൾ വിടാതെ പിന്തുടരുകയാണ് ശ്രുതി എന്ന 24-കാരിയെ. ഉറ്റവരെ മുഴുവൻ നഷ്ടപ്പെട്ട ദുരന്ത മുഖത്ത് നിന്ന് അവളെ പതിയെ കൈപിടിച്ചു കയറ്റുകയായിരുന്നു ജെൻസൺ. ഇനി ശ്രുതിയോടൊപ്പം ഉണ്ടാകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ജെൻസന്റെ വീട്ടിൽ നിന്ന് KV രാഹുൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, നമുക്കാർക്കും ഒന്നും പറയാനാകാത്ത വിധം നമ്മളൊക്കെ നിശബ്ദരായി പോകുന്ന അത്ര ദുഃഖത്തിലാണ്. ഹൃദയഭേദകമാണ്. ഇപ്പോൾ ജെൻസന്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ശ്രുതിയെ അവസാനമായി ഒരു നോക്ക് കാണിക്കുന്നതിനായി കൊണ്ടുപോയിരിക്കുകയാണ്. കൽപ്പറ്റയിലെ ലീവ് ആശുപത്രിയിലാണ് ശ്രുതി ചികിത്സയിൽ കഴിയുന്നത്. അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടാണ് ഉള്ളത്. അതായത് ശ്രുതിക്ക് ജെൻസനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിനുള്ള അവസരമാണ്. അതിനുശേഷം ശ്രുതി ജെൻസന് വിട നൽകും. അതിനുശേഷം ഈ പൊതുദർശനത്തിനായി കൊണ്ടുവരികയാണ് ചെയ്യുക. ഞാനിപ്പോൾ പൊതുദർശനം ഏർപ്പാടാക്കിയിട്ടുള്ള ക്രമീകരിച്ചിട്ടുള്ള സ്ഥലത്താണ് ഉള്ളത്. ഇത് ആണ്ടൂരിലെ ഗ്ലോറീസ് ഓഡിറ്റോറിയമാണ്. ഇവിടെ പൊതുദർശനത്തിനായി എത്തിക്കും. അതിനുശേഷമാണ് വീട്ടിലേക്ക് കൊണ്ടുപോവുക. കൂടുതൽ ആളുകൾ നാടിൻ്റെ ഒന്നാകെ വേദനയാണ്. കണ്ണീരണിഞ്ഞ് ഹൃദയം പൊട്ടി നിൽക്കുകയാണ് നാട് ഒന്നടങ്കം തന്നെ ഉള്ളത്. കൂടുതൽ ആളുകൾ ജെൻസന് വിട നൽകുന്നതിന് വേണ്ടി, അവസാനമായി കാണുന്നതിന് വേണ്ടി ഓഡിറ്റോറിയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓഡിറ്റോറിയത്തിൽ പൊതുദർശനം പൂർത്തിയാക്കി വീട്ടിലേക്ക് കൊണ്ടുപോയി അതിനുശേഷം വൈകിട്ടോടുകൂടിയാണ് പള്ളിയിൽ സംസ്കാരം നടത്തുക. നിത്യസഹായ മാതാ പള്ളിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ചേച്ചി, നിങ്ങൾക്ക് ജെൻസനൊക്കെ നേരിട്ടറിയുന്ന ആളുകളാണോ? അടുത്ത വീട്ടുകാരാണ്? അങ്ങനെ കഴിയുന്നൊരു അവസ്ഥയല്ല അല്ലേ? ഇങ്ങനെ ഒരു മരണ വാർത്ത കേട്ടപ്പോൾ എന്താ തോന്നിയതൊക്കെ? നമുക്കത് ചിന്തിക്കാൻ പോലും പറ്റൂല. അത്രയ്ക്ക് സങ്കടം. തൊട്ടടുത്ത തന്നെയാണ്. അതുപോലെ തന്നെ കൂടുതൽ ആളുകൾ ഇവിടെയൊക്കെ ഈ പൊതുദർശനം ഏർപ്പാടാക്കിയ സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട്. ഇനി ഒരു മരണ വാർത്ത, എല്ലാവരും ഹൃദയം പൊട്ടി നിൽക്കുകയാണ്. എന്താണ് നിങ്ങൾക്കൊക്കെ ഈ സമയത്ത് പറയാൻ? ആകെ ശ്രുതിക്കൊരു ആശ്രയമായിട്ടുള്ളത് ശ്രുതിൻ്റെ ജെൻസനായിരുന്നു. അതൊരു പ്രതീക്ഷയായിരുന്നു. അച്ഛനും പോയി, അമ്മ പോയി, അനുജത്തി പോയി, എല്ലാവരും നഷ്ടപ്പെട്ടു. എൻ്റെ പ്രിയതമനെങ്കിലും ഉണ്ടല്ലോ എന്ന ഒരു ധൈര്യത്തിലായിരുന്നു ശ്രുതി. അതും പോയതിലും താങ്ങാൻ വയ്യാത്തൊരു സംഭവം, വിഷമാണ് എല്ലാവർക്കും. ഞങ്ങൾ ശ്രുതിൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ളതാണ്, അയൽവാസി. ഭയങ്കര തിരിയാത്തൊരു ദുഃഖമാണ് ഞങ്ങൾക്കുള്ളത്. തിരിച്ചു വരണമെന്നൊരു പ്രാർത്ഥനയിലായിരുന്നു. നല്ല പ്രാർത്ഥന. അത് കേട്ടെന്ന മുതൽ എല്ലാവരും നന്നായും പ്രാർത്ഥിച്ചു. അവനെങ്കിലും അവൻ്റെ ജീവൻ തിരിച്ചു കിട്ടണം, ശ്രുതിക്കൊരു തുണലായിട്ട് ജെൻസൺ വരണമെന്നായിരുന്നു. പക്ഷെ ദൈവം എന്തോ അവനെ ജീവൻ തിരിച്ചു നൽകിയില്ല. അതിൻ്റെ ഒരു ദുഃഖത്തിലാണ് എല്ലാവരും നാട്ടിലുള്ളത്. അത്രയും ദുഃഖകരമായ അവസ്ഥയിലൂടെ കടന്നു പോകുന്നല്ലേ? അതെ, ഭയങ്കര വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എല്ലാവർക്കും ഷോക്കേറ്റ പോലെ ആയിപ്പോയി. പറയാൻ പറ്റില്ല. നിങ്ങളൊക്കെ നേരത്തെ ഇങ്ങോട്ടേക്ക് വന്നോ? വന്നു. എവിടെയുള്ള ചുരൽമലയാ? അല്ല, ഞങ്ങളിവിടെ കുറഞ്ഞിലങ്ങും ആണ്ടൂര്. ജെൻസന്റെ അയൽക്കാരല്ലേ? അയൽക്കാരാണ്. ഇങ്ങനൊരു കാര്യമൊക്കെ കേട്ടപ്പോൾ എന്താ തോന്നിയത്? എന്താ പറയുക, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു അവസ്ഥയല്ലേ ഇത്. നമുക്ക് എന്ത് തോന്നാൻ, നമ്മുടെ ഒരാൾ നഷ്ടം വന്നു, അത് മാത്രമേ പറയാനുള്ളൂ. ദുരന്തം ഒരിക്കൽ തകർത്തതാണ് ശ്രുതിയെ. പിന്നെ വീണ്ടും ഇത്തരത്തിൽ ഒരു തകർച്ച കൂടി എങ്ങനെയാണ് ശ്രുതിക്ക് മറികടക്കാനാവുക, അതിജീവിക്കാനാവുക എന്ന കടുത്ത ആശങ്കയിലും ആകാംക്ഷയിലുമാണ് നമ്മൾ ഓരോ മലയാളികളും ഉള്ളത്. എങ്ങനെയാവും ശ്രുതി അതിനെയും കടന്നു പോവുക, അതിജീവിക്കുക? പക്ഷെ അതിജീവിച്ചേ മതിയാവൂ. ജീവിതം അങ്ങനെയാണ്. അതിജീവിച്ച് മുന്നോട്ട് പോവും. അതിനുള്ള കരുത്ത് ശ്രുതിക്കുണ്ടാവും എന്ന് തന്നെ കരുതുന്നു.